എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ മാത്രം കൂട്ടുപിടിക്കരുത്. അതായത് അമിതമായ വിശ്വാസവും ആത്മവിശ്വാസവും നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ സംഭവിച്ചത്. അദ്ദേഹം ഒരു മാന്യനായ, സമൂഹം അറിയപ്പെടുന്ന, അത്യാവശ്യം പിടിപാടുകൾ ഒക്കെയുള്ള ഒരു മഹത് വ്യക്തിയായിട്ടും കൂടി ഇത് സംഭവിച്ചത്, ഇത്ര ധൈര്യത്തോടിത് ചെയ്തത് നോട്ടപ്പശു തന്നെയാണ്. എൻ്റെ ഇത്ര കാലത്തെ ജീവിതാനുഭവം വെച്ചിട്ട് കുറേ അനുഭവങ്ങളുണ്ടല്ലോ, കുറേ വർഷമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ഇത്രയും വർഷത്തെ ഈ പ്രായം വരെയുള്ള ജീവിതാനുഭവങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ പോലും ചൂഷണം ചെയ്യാൻ കഴുകൻ കണ്ണുമായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഒരു സംരംഭം തുടങ്ങുമ്പോൾ, അതും പാവം ഒരു പെൺകുട്ടി ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരുപാട് പാകപ്പിഴകളും പാളിച്ചകളും ഒക്കെ സംഭവിക്കും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്, നടന്നത്. പക്ഷേ കുട്ടി മാത്രമല്ലല്ലോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മിടുക്കരായ സിസ്റ്റേഴ്സുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ ശ്രദ്ധക്കുറവ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്ത് വിശ്വസിച്ചാണ് ഒരു സംരംഭം തുടങ്ങുക? അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ ചേക്കേറുന്നത്. ഇവിടെ ഇനിയും കുറേ വർഷങ്ങളൂടെ കഴിഞ്ഞാൽ ചെറുപ്പക്കാരും ഉണ്ടാകുകയില്ല. പുരാവസ്തുക്കളെ പോലെ, ഞങ്ങളെയൊക്കെ പോലെ കുറച്ച് വയസ്സായവർ, അവരുടെ കാലം കഴിയുന്നിടം വരെ, അത് കഴിഞ്ഞാൽ ഈ കേരളം ശൂന്യമായിട്ട് പോകും. ജനസംഖ്യ വളരെ കുറവാകും. ജനസംഖ്യയിൽ മുൻപിലാണെങ്കിലും ഒക്കെ വിദേശ രാജ്യങ്ങളിലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാ വെച്ചാൽ, ഇവിടുത്തെ സംഭവിച്ചതിൽ പ്രധാന ഉത്തരവാദികൾ കൃഷ്ണകുമാറും കുടുംബവുമാണ്. എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഒന്നാമത് ആ കുട്ടി പാവം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു. അതൊക്കെ അതിനെയൊക്കെ അതുകൊണ്ടാണ് അത് പോകാഞ്ഞതും, കടയിൽ അധികം നേരം അതിൻ്റെ ആബ്സെൻസ് സംഭവിച്ചതും ഒക്കെ. പക്ഷേ രക്ഷിതാക്കളും കുറച്ചൊന്ന്, അത് ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയത് അത് വളരെ വലുതായിട്ട് പടർന്ന് പന്തലിച്ചു. അപ്പോൾ അതുപോലെ ശ്രദ്ധ അവിടെ വേണം. ഇത്രയും ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ഇവരറിഞ്ഞില്ല. ആരോ വേറെ കസ്റ്റമേഴ്സ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവരറിയുന്നതെന്ന് പറയുമ്പോൾ ചിന്തിച്ച് നോക്കൂ, എത്ര വലിയ അശ്രദ്ധ, അനാസ്ഥയാണ് അവിടെ സംഭവിച്ചത്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ അന്നാളുള്ള അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്ത്, അതിനെയൊക്കെ വിലയിരുത്തി വിശകലനം ചെയ്ത് അപ്ഡേറ്റാക്കി വെക്കണ്ടേ കാര്യങ്ങൾ? ഇതൊന്നുമില്ല. 69 ലക്ഷം രൂപ, കോടികളുടെ ആസ്തികളുടെ ഒരു സ്ഥാപനമൊന്നും അല്ലിത്. അവിടുന്ന് 69 ലക്ഷം രൂപ 1.5 വർഷം കൊണ്ട് അടിച്ചു മാറ്റണമെങ്കിൽ ഇവരിതറിയാതെ പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ നോട്ടപ്പശകാണ് ഇവർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എപ്പോഴും അതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കണം. സുഹൃത്തുക്കളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ കാലത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം, ഇതുപോലെ അപകടം പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. വിശ്വസ്തരായ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് നടക്കും. അവന്മാരെല്ലാം
പണി പറ്റിച്ചിട്ടുണ്ട്. എത്ര സ്ഥാപനങ്ങളാണ് ഇങ്ങനെ നശിച്ചത്. ഇതിനൊന്നും തക്കതായ ശിക്ഷകൾ മാതൃകാപരമായി ആദ്യം മുതലേ ഇങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ 3 പെരുങ്കള്ളികളും ഇതിന് തയ്യാറായത്. നോക്കൂ, ആ കുടുംബത്തെ അവർ വളരെയധികം സന്തോഷകരമായി ഒരു ജീവിതം അടിച്ചു പൊളിച്ച ജീവിതം നയിച്ചു കൊണ്ടുവരുമ്പോൾ വരവേ എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു കഷ്ടകാലം ആ കുടുംബത്തിന് സംഭവിച്ചത്. എനിക്ക് ആ പെൺകുട്ടിയൊക്കെ നിറവയറുമായിട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. കൃഷ്ണകുമാറിൻ്റെയും കൃഷ്ണകുമാറിൻ്റെ മക്കളുടെ എല്ലാ കാര്യത്തിനൊന്നും സപ്പോർട്ടുള്ള ആളേ അല്ല ഞാൻ. എല്ലാ കാര്യത്തിനെന്ന് വെച്ചാൽ അവരുടെ ആ രീതികളുമായിട്ടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം മോശമായ രീതി എന്നല്ല, അവരുടെ രീതികൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൾ മിടിക്കുക ഒരു സംരംഭം തുടങ്ങിയതല്ലേ. പിന്നെ അവരുടെ വസ്ത്രധാരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അതൊക്കെ അവരുടെ വീട്ടുകാരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഇവിടെ ഇപ്പോഴാ കുടുംബത്തിന് നേരിട്ടിരിക്കുന്ന ഒരു ദുരിതം, കഷ്ടകാലം, അതോ നിരപരാധിയായ അവർ എത്ര വലിയ ആരോപണങ്ങൾ കൊടുത്താണ്. ഈ കൃഷ്ണകുമാരനാണെങ്കിൽ അദ്ദേഹത്തിന് 23 വർഷത്തെ തടവ് കിട്ടാവുന്ന കേസൊക്കെ അത്ര ഇവൾമാർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പെൺകുട്ടിക്കും അതിനെ അകത്താക്കാനുള്ള 10 വർഷം മറ്റോ ശിക്ഷ കിട്ടാനുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത്. അവരറിഞ്ഞിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് ഈ കൃഷ്ണകുമാറൊക്കെ ഉണ്ടല്ലോ, വളരെ മാന്യമായ രീതിയിൽ എല്ലാവരോടും ഇടപെടും, നല്ല രീതിയിൽ പെരുമാറും. ഒരു വായിൽ നിന്നും ഒരു മോശമായ വാക്ക് വരാത്തൊരു മനുഷ്യനാണ്. പിന്നെ ആ പയ്യൻ, ഈ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ്, അയാളൊക്കെ വളരെ സാത്വികനായ നല്ല ചെക്കനാണ്. അതൊക്കെ ഇവളുമാരെ പാതിരാത്രിക്ക് വിളിച്ച് എന്തൊക്കെയോ ഇതായിത്രേ. ചിന്തിച്ചു നോക്കാം. ഇര വേട്ടക്കാരനായ ഒരു അവസ്ഥയാണ് ഇത്. അവരുടെ എന്താ പണ്ടത്തെ ആളുകൾ പറയും, അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു പിന്നെ നായിക്കാ മുറുമുറുപ്പെന്ന്. വേറൊരാളിനെ കുറ്റവാളിയാക്കാൻ വേണ്ടി അവർ മനസ്സാവാച അറിയാത്ത ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ, അത് എത്ര വലിയ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള ആരോപണങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതെപ്പോഴായാലും നമ്മൾ പിടിക്കപ്പെടും എന്ന്. ഇത് ഇത്രയും ലക്ഷങ്ങളും കൊണ്ട് കുറേ കാലം കൂടി ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഈ കസ്റ്റമേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ ഇവരിത് അറിഞ്ഞല്ലേ. ഇനി ഇവരിത് അറിയില്ല. ഇനി ഇത് കഴിഞ്ഞ് ആ കുട്ടിയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, പിന്നെ അതിന് ആ കുട്ടിയൊക്കെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ, കുഞ്ഞിനെയൊക്കെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ ഇതിലേക്ക് അതിന് ശ്രദ്ധ കുറയും. അപ്പോൾ അവളുമാർക്ക് പിന്നെയും കട്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. എത്ര നല്ല രീതിയിലാണ് ആ 3 പെൺപിള്ളേരുടെ പല ഫങ്ഷനും ഒക്കെ ഞാൻ കണ്ടു അവളുമാരോട് ആ കുട്ടി പെരുമാറിയത്. കഷ്ടം തന്നെ. അത് എന്തൊക്കെയോ അതിൻ്റെ വിഷമം കൊണ്ട് കുറച്ച് വേണ്ടാത്ത വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടുമോയെന്ന്. പക്ഷെങ്കിൽ അത്രയും വികാരവിക്ഷോഭിതയായിട്ടായിരുന്നു ആ കുട്ടി അന്നേരം, ആ സമയം. പെട്ടെന്ന് ഇത്രയും വിശ്വസ്തരായിട്ടുള്ള 3 പെൺപിള്ളേർ ഇത്രയൊക്കെ കഴുത്തറക്കുന്ന പോലുള്ള പ്രവൃത്തിയല്ലേ ചെയ്തത്. അതിൻ്റെ രോഷം കൊണ്ടാണ് അത് അത്രയും വിളിച്ചു കൂവിയത്. അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല. ഇപ്പം എല്ലാവരും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തോടാണ് സപ്പോർട്ട്. ഇതുവരെ ഈ കുട്ടികളുടെ വസ്ത്രധാരത്തെക്കുറിച്ചും അതും ഇതൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ വളരെ ഫേവറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കക്ഷി രാഷ്ട്രീയ ഭേദമൊക്കെ മറന്ന് മനുഷ്യരാകുന്നവരാണ് നമ്മുടെ മനുഷ്യർ, നമ്മുടെ കേരളീയർ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ഇനിയെങ്കിലും ഈ കുട്ടി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയാൽ കുടുംബങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കണം. പ്രത്യേകിച്ച് കൃഷ്ണകുമാറും ഭാര്യയും. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയൊക്കെ വളരെ സമർത്ഥയായ ഒരു ലേഡിയാണ്. അവർ ഈ 3-4 പെൺകുഞ്ഞുങ്ങളെ ഒരുപോലെ വളർത്തിയെടുത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് അങ്ങനെ 4 ഒരുക്കി രാവിലെ സ്കൂളിൽ കോളേജിൽ വിടുന്ന എടുത്ത പാഠം. അവരതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്ത്
മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രാപ്തിയായിട്ടിരുന്ന ഒരു സ്ത്രീ, അവർക്കും ഈ കുട്ടിയെ കുറച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഈ കുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ അവർക്ക് പോയി അവിടെ കുറച്ച് ശ്രദ്ധിക്കായിരുന്നു. ഇവരുടെ ആരുടെയും ശ്രദ്ധ അവിടെ ഉണ്ടാകാഞ്ഞതുകൊണ്ടും ഉണ്ടാകില്ലെന്നുള്ള കോൺഫിഡൻസാണ് അവളുമാരെ ഇതിന് പ്രാപ്തരാക്കിയത്. ചെറിയ തുക വല്ലോണോ 69 ലക്ഷവും മറ്റുമൊക്കെ. ഇനി ഇതിൻ്റെ കണക്കുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു പക്ഷേ കൂടുതലോ കുറവോ ആയിരിക്കാം. 1 രൂപയെങ്കിൽ 1 രൂപ വിശ്വസിച്ച് ഏൽപ്പിച്ചിടത്തുനിന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ, അതോ 10,000-ഓ ലക്ഷമോ അല്ല, 1/2 കോടിയിൽ മീതെയുള്ള തുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുതിയതായി സംരംഭം തുടങ്ങുന്ന കുട്ടികളെ ഇത് പറഞ്ഞ് നിങ്ങൾ പേടിച്ചൊന്നും തുടങ്ങാതിരിക്കരുത്. നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംരംഭമൊക്കെ തുടങ്ങണം. നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ കേരളം ഇങ്ങനെയുള്ള ചെറുകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ. അതിങ്ങനെയുള്ള ചില വൃത്തികെട്ട മനുഷ്യർ അതിനെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ആരും സംരംഭങ്ങൾ തുടങ്ങാൻ ഇവിടെ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത്. വൃദ്ധസാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം, അംഗസംഖ്യ കുറയും. എന്നാണെന്നറിയാം, നമ്മുടെ പിള്ളേരെല്ലാം വെളി രാജ്യത്തല്ലേ. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമായ അച്ഛനമ്മമാരെ, പ്രത്യേകിച്ച് അമ്മമാരെ അങ്ങ് കൊണ്ടുപോയിരിക്കുക. കൂട്ടത്തിൽ ഞാനതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ അവർക്ക് കുട്ടിയെ നോക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അല്ലേ വൃദ്ധസാധനത്തിൽ കൊണ്ട് തള്ളും. അപ്പോൾ അതില്ല, അത് കുറഞ്ഞിരിക്കുക. ഇത് ഇക്കൂട്ടത്തിൽ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ സംരംഭ സാധ്യത ഇല്ലാത്തതുകൊണ്ടും ഇവിടെ വിശ്വസിച്ച് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസ കുറവ് കൊണ്ടുമാണ് കുട്ടികളൊക്കെ പഠിച്ചവർ ഇവിടെ ജോലി ചെയ്യാത്തതും ഇങ്ങനെയൊക്കെ തുടങ്ങാത്തതും. പഠിക്കാത്തവരിതും അവിടെയൊക്കെ പഠിക്കാൻ പോകുന്നതൊക്കെ ഇവിടുത്തെ ഈ സ്ഥിതി കാരണമാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിന് തുനിയുമ്പോഴും നമ്മൾ അമിതമായ ആത്മവിശ്വാസം കൈക്കൊള്ളേണ്ട, അന്ധമായി ആരെയും വിശ്വസിക്കേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാറിനും കുടുംബത്തിനും നീതി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെരുങ്കള്ളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.